എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന്. വെട്ടേക്കാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് നേരെ വീഡിയോയിലോട്ട് അങ്ങ് പോവാം. അപ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ ഫസ്റ്റ് മുട്ടയാണ് എടുക്കുന്നത്. മുട്ടയും പഞ്ചസാരയും കൂടെ ആദ്യം അടിക്കണം. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് 4 മുട്ടയാണ്. ചെറിയ മുട്ടയാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് 4 എടുത്തത്. അല്ലെങ്കിൽ നമുക്ക് 3 മുട്ട ആവശ്യമുള്ളൂ. നമുക്ക് ഓരോന്നായിട്ട് പൊട്ടിച്ചൊഴിക്കാം. നന്നായിട്ട് മുട്ട ആദ്യം ഒന്ന് നല്ലതായിട്ട് അടിച്ച് പതപ്പിക്കണം. നന്നായിട്ട് നമുക്കൊന്ന് അടിച്ച് പതപ്പിക്കാം. സ്പൂണിട്ടായാലും മതി, പക്ഷെ നന്നായിട്ട് അടിച്ച് നല്ലതായിട്ട് ലൂസ് ആവണം. അപ്പോൾ നമ്മൾ മുട്ട നന്നായിട്ട് അടിച്ച് പതപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് ഇനി പഞ്ചസാര ഇടാം. 250 ഗ്രാം പഞ്ചസാരയാണ് വേണ്ടത്. നമ്മൾ 1/2 കിലോ മൈദയുടെ ആണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് 250 ഗ്രാം പഞ്ചസാര വേണം. ഞാൻ പഞ്ചസാരക്കകത്ത് തന്നെയാണ് ഏലക്കായ ഇട്ട് ഒരു 6-7 ഏലക്കായ ഇട്ട് പൊടിച്ചതാണ്. പഞ്ചസാര ഒന്ന് പൊടിച്ച പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. പഞ്ചസാര ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. നമുക്ക് പൊടിച്ചതോ എടുക്കാം. ഞാനിവിടെ ഏലക്കായും കൂടി ഇട്ട് പഞ്ചസാര അങ്ങ് പൊടിക്കുക ചെയ്തത്. അപ്പോൾ പൊടിക്കാത്തതായാലും മതി, പിന്നെ ഏലക്ക പൊടിയായിട്ട് ചേർത്താലും മതി. ഏലക്ക ചേർത്താലും അതിൻ്റെ ഒരു മണവും ഒക്കെ നമുക്ക് ഒരു രുചിയൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. നല്ല മണമായിരിക്കും. അതുകൊണ്ട് പഞ്ചസാര ഏലക്ക ഒക്കെ ഇട്ടിട്ടുണ്ട്. നമുക്കിനി 1/2 ടീസ്പൂൺ നമ്മൾ സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം. ചേർത്ത് അടുത്തത് റവയാണ് ഞാൻ ചേർക്കുന്നത്. അപ്പം 3 ടേബിൾ സ്പൂൺ റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഇഷ്ടമുള്ളവർക്ക് ഇട്ടാൽ മതി, കുഴപ്പമൊന്നുമില്ല. ഇത് നല്ല ക്രിസ്പി ആവാനായിട്ടാണ് ഈ റവയും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാം. നമ്മൾ 1/2 കിലോ മൈദയാണ് എടുത്തിരിക്കുന്നത്. അതുകൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ മൈദയോട് കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ആ മധുരം നമുക്ക് നന്നായിട്ട് അറിയണം, അതിന് വേണ്ടിയിട്ടാണ് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചേർക്കേണ്ട മെയിൻ കാര്യങ്ങളൊക്കെ ചേർത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം കുറച്ച് കാര്യങ്ങൾ ചേർക്കാനുണ്ട്. അതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യാണ്. നമ്മൾ ചപ്പാത്തി കുഴക്കുന്ന എങ്ങനെ അതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് കുഴച്ചെടുക്കണം, എങ്കിലേ അത് സോഫ്റ്റ് ആവത്തുള്ളൂ. നമ്മളിപ്പോൾ മുട്ടേൻ്റെ ആ ഒരു നനവിലാണ് ഇപ്പം കുഴച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എക്സ്ട്രാ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ശകലം പാല് ചേർത്ത് കൊടുക്കാം, വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം. ഞാൻ കുഴച്ചപ്പോൾ ഇതിനകത്ത് ഇച്ചിരി വെള്ളത്തിൻ്റെ കുറവുണ്ട്. അതുകൊണ്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ പാലും കൂടെ ഒഴിച്ച് കുഴയ്ക്കുകയാണ്. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് കുറേശ്ശെ ഒഴിച്ച് വേണം കുഴയ്ക്കാൻ. ഒരുപാട് ലൂസ് ആവരുത്, അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. അപ്പോൾ മാവ് നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റോളം നന്നായിട്ട് കുഴച്ചുകൊണ്ടേ ഇരുന്നു. അപ്പോൾ എങ്കിലേ നല്ല സോഫ്റ്റ് ആയിട്ട് കേക്ക് വരത്തുള്ളൂ. അതുപോലെ നന്നായിട്ട് കുഴയ്ക്കണം. അതിനുശേഷം നമുക്കിനി അടച്ചു വെക്കാം. ഒരു 3 മണിക്കൂറോളം അടച്ച് വെക്കുന്നതാണ് നല്ലത്. 2-3 വെക്കണം, എങ്കിലും നല്ല സോഫ്റ്റ് ആവത്തുള്ളൂ. അപ്പോൾ ഈ നമ്മളിനി അടച്ചു വെക്കുന്നതിന് മുമ്പ് മാവ് ഉണങ്ങാതിരിക്കാൻ ആ മാവിൻ്റെ മുകളിലായിട്ട് കുറച്ച് നെയ്യും കൂടെ പുരട്ടി അടച്ചു വെക്കാം. ഇനി അതിന് ശേഷം നമുക്കിനി ഉണ്ടാക്കുന്നത് കാണിക്കാം. അപ്പോൾ 3 മണിക്കൂറായിട്ടുണ്ട്. നമുക്കിനി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ മാവ് ഏകദേശം കുതിർന്നൊന്ന് പൊങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കളറൊന്നും ചേർത്തിട്ടില്ല. കളർ ചേർക്കുകയാണെങ്കിൽ നല്ല യെല്ലോ ഷെയ്ഡിൽ ഇരുന്നേരം. കളർ ചേർക്കാത്തതുകൊണ്ടാണ് ഈ കളർ. അപ്പം ടേസ്റ്റിനൊന്നും വ്യത്യാസം വരില്ല കളർ ചേർത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അതുകൊണ്ട് കളറൊന്നും ചേർക്കുന്നില്ല. ഇവിടെ നമുക്ക് തുടങ്ങാം. എണ്ണ ചൂടാവാനായിട്ട് നമുക്ക് ഒഴിച്ച് വയ്ക്കാം. ഒരുപാടങ്ങ് എണ്ണ ചൂടാവണ്ട. അതിന് മുമ്പ് നമുക്ക് കുറച്ച് മാവിട്ട് നോക്കാം. അപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണയാണ്. ഏതെണ്ണയായാലും കുഴപ്പമില്ല. ഞങ്ങൾ വീട്ടിൽ സാധാരണ എല്ലാത്തിനും വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്, അതാണ് നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ യൂസ് ചെയ്യാം. അപ്പോൾ എണ്ണ ഏകദേശം ചൂടായിട്ടുണ്ട്. നമുക്കൊരു ചെറിയൊരു ബോൾ ഇട്ട് നോക്കാം ചൂടായിട്ടുണ്ടോ എന്ന്. ചൂടായിട്ടുണ്ട്. ഇപ്പം ഒന്ന് ബബിൾസ് വന്നൊന്ന് പൊങ്ങിയത് എണ്ണ ആവശ്യത്തിന് ചൂടായെന്നാൽ നമുക്കിനി തീ കുറച്ചിട്ടിട്ട് നമ്മളുടെ ബോൾസ് ഓരോന്നായിട്ട് ഉരുട്ടി വെച്ചേക്കുന്നത് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ വെറുതെ ഉരുളയായിട്ട് തന്നെയാണ് ഇരുന്നത്. ഇത് എണ്ണയിൽ കിടന്ന് ചൂടാവുമ്പം തന്നെ വെടിച്ച് കീറും. അപ്പം നമ്മൾ പല രീതിയിൽ ഉണ്ടാക്കാം. ഒന്നെങ്കിൽ വെട്ടി കൊടുത്തോണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ വെട്ടി കൊടുക്കാതെയും നമുക്ക് ഇടാം. ഫസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കാം, നെക്സ്റ്റ് ടൈം ഞാനത് അല്ലാതെ ആയിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റ് ഉരുട്ടിയതെല്ലാം നമ്മൾ എണ്ണയ്ക്കകത്തോട്ട് ഇട്ടിട്ടുണ്ട്. നമുക്കിതൊന്ന് ചെറുതെ മറിച്ചിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു സൈഡ് മാത്രം നിന്ന് വേവും. ഞാൻ പറഞ്ഞിരുന്നു ആദ്യമേ ഇത് വെട്ടിടാതാണ് ഈ കേക്ക് ഇടുന്നത്. അതാണ്ട് ഒന്ന് എണ്ണയിൽ ഇട്ട് കഴിഞ്ഞപ്പോഴേ ഇത് പൂ പോലെ തന്നെ വെടിച്ച് കീറാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ കുറച്ചിട്ട് തന്നെ നമ്മൾ വേവിച്ചെടുത്താൽ മതി, അല്ലെങ്കിൽ ഉള്ളു വേവില്ല, പുറം കരിഞ്ഞു പോവുകയും ചെയ്യും. ആദ്യം നമ്മളിട്ട ബോൾസ് എല്ലാം ആയിട്ടുണ്ട്. ഈ ഒരു കളർ, ഞാൻ കളറൊന്നും ചേർക്കാത്തതുകൊണ്ടാണ് ഈ കളറിൽ എത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു യെല്ലോ ഷെയ്ഡ് ആയിരുന്നേനും. അപ്പം വെന്തിട്ടുണ്ട്, നമുക്ക് കോരി എടുക്കാം.
നമ്മൾ തീ കുറച്ചിട്ട് തന്നെയാണ് വേവിച്ചെടുത്തത്. ഒരുപാട് തീ ഇട്ടാൽ അത് കരിഞ്ഞു പോകും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇട്ടത് വെട്ടൊന്നും ഇടാത്ത കേക്കാണ്. നമ്മൾ വെട്ട് കേക്ക് എന്ന് പറഞ്ഞെങ്കിലും വെട്ടൊന്നും ഇടാതെ ചുമ്മാ ബോൾസ് ആയിട്ട് ഇടുമായിരുന്നു. പക്ഷെ എന്നാലും വെടിച്ച് കീറി പൂ പോലെ തന്നെ ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ വെട്ട് ഇട്ട കേക്കാണ്. ഇനി അതെങ്ങനെയാണെന്ന് നോക്കാം. കേക്കിന് വേണ്ട ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ ചെറുതായിട്ട് ഒന്ന് ഇരുമ്പൊന്ന് അമർത്തിയാൽ മാത്രം മതി. മുറിച്ചൊന്നും എടുക്കൊന്നും വേണ്ട. ജസ്റ്റ് 2 വെട്ടിട്ടാൽ മതി. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ കൊടുക്കാം. പൂ പോലെ 4 വെട്ട് വെട്ടുവോ അല്ലെങ്കിൽ ഏത് ഡിസൈനാണ് ഇഷ്ടം അത് നമുക്ക് വെട്ടിയെടുക്കാം. നമ്മൾ ഉരുട്ടുമ്പോൾ ചെറിയ ബോൾസ് ആയിട്ട് എടുക്കുന്നതാണ് നല്ലത്. വലിയ ബോൾസ് ആണെങ്കിൽ പിന്നെ എണ്ണയിലിടുമ്പോൾ അതങ്ങ് ഒത്തിരി വലുതാവും. ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം നമുക്ക്. ചെറിയ കണ്ടോ വെട്ട് ചെറുതായിട്ട് ഇട്ടിട്ടുണ്ട്. നമ്മുടെ വെട്ടേക്ക് ഫുള്ള് റെഡി ആയിട്ടുണ്ട്. എല്ലാം വറുത്ത് കോരിയിട്ടുണ്ട്. ഞാൻ കുറച്ച് കാണിക്കുകയാണ്. ഞാൻ പലതും പല ഷേപ്പിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓരോ ട്രിപ്പും ഓരോ ഷേപ്പിലുണ്ടാക്കി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലുണ്ടാക്കാം. ഒരു ഫ്ലവർ പോലെ കട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു കുരിശ് പോലെ കട്ട് ചെയ്യാം, ചിലപ്പം കട്ട് ചെയ്യാതിടാം. അങ്ങനെ ഓരോ ഷേപ്പിനാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന് ഞാൻ ഈ കുരിശ് പോലെ മാത്രം വെട്ടിയിട്ട് ഉണ്ടാക്കിയതാണ് ഇത്. അങ്ങനെ പലതുണ്ട്. ഇച്ചിരിയുടെ ചതുരമായിട്ട് എടുത്തതുണ്ട്. അങ്ങനെ ഓരോന്നിനും ഓരോ ഷേപ്പാണ്. അപ്പോൾ തീ കുറച്ചിട്ട് തന്നെ നിങ്ങൾ വറുത്തെടുക്കാൻ നോക്കുക. കാരണം അല്ലെങ്കിൽ അകം വേവില്ല, പുറം മാത്രം കരിഞ്ഞു പോകും. ഇത് സിമ്മിൽ തന്നെ ഇട്ടാണ് വെട്ടേക്ക് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഒരെണ്ണം പൊട്ടിച്ച് കാണിക്കാം. അകം വെന്തിട്ടുണ്ടോയെന്ന്. പുറം നല്ല മുരിഞ്ഞിരിക്കും. അകമാണെങ്കിൽ ഇച്ചിരിയുടെ സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ വെന്തിട്ട് വരണം. അപ്പോൾ ഞാൻ കളർ ചേർക്കാത്തതുകൊണ്ടാണ് ഈ കളറിലിരിക്കുന്നത്. അല്ലെങ്കിൽ നല്ല കളറായിരുന്നേനും. ഒരു മഞ്ഞൾപ്പൊടി ഇച്ചിരി ഇട്ടാലും ചെറിയൊരു കളർ വരും. ഞാനും അതും ചെയ്തില്ല. നമ്മൾ വീട്ടിലെങ്ങനെ ഉണ്ടാക്കുന്ന ആ രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം അത് കുതിർന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു പലഹാരമാണ് ഈ വെട്ടിയേക്ക് എന്ന് പറയുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ മധുരമൊക്കെ അവരവരുടെ ഇഷ്ടം അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.